നമുക്ക് ആദർശിന്റെ ധൈര്യയുടെ ഇന്നത്തെ നല്ലൊരു കഥയായിട്ടാലോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ ഒടുവില് ജലജയോട് നയന പറഞ്ഞു, എന്നാലും അപ്പച്ചിയും ഇളയമ്മയും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന കഷ്ടമുണ്ട് കിട്ടോ എന്ന് പറഞ്ഞു. എന്താടി, ജാനകിയുടെ മോനെ നിന്റെ അനുജത്തിക്ക് വേണമല്ലേ? എടി നാണം ഉണ്ടോടിന്ന് ചോദിച്ചു. ദേ അപ്പച്ചി, അനാവശ്യം പറയരുത്. അപ്പച്ചിയുടെ പ്രിയപ്പെട്ട മരുമോളായിരുന്നല്ലോ നവ്യേച്ചി. എന്നിട്ടിപ്പൊ എന്തു പറ്റി? നവ്യേച്ചിയുടെ കാര്യത്തിലും അപ്പച്ചി എന്നിട്ട് എന്ത് നിലപാടാണ് എടുത്തിരിക്കുന്നത്? അവളെ കുറിച്ച് പറയരുത്. അവൾ എന്റെ പ്രിയപ്പെട്ട മരുമോളൊന്നുമല്ല. അവളായിരുന്നെങ്കിലേ ആ ഏൻ ജ്വല്ലറിലേക്ക് എന്നെ ധിക്കരിച്ചു പോവില്ലായിരുന്നു. ഓ, അപ്പൊ നവ്യേച്ചിയെ ഇപ്പൊ തള്ളിക്കളഞ്ഞോ? അപ്പോഴേക്കും ജലജ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിന്റെ അനുജത്തി ഒരു കാരണവശാലും ഈ വീട്ടിലേക്ക് കയറി വരാൻ പാടില്ല. ആണോ? അതെന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, ഇളയമ്മയ്ക്ക് നന്ദുവിനെ മരുമകളായിട്ട് വേണ്ടെങ്കിലേ അവരെ പറഞ്ഞു വിലക്കാനായിട്ട് ഇളയമ്മയോട് പറയണം. അല്ലാതെ എന്റെ മേക്കിട്ട് കയറാൻ വന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അതും പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് പോയി. ജലജയ്ക്ക് അങ്ങോട്ട് സഹിക്കുന്നുണ്ടായിരുന്നില്ല നയന ഇങ്ങനെയൊക്കെ പറയണത് കേട്ടിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോ ജലജ പത്മത്തിന്റെ നമ്പറിലേക്ക് വിളിക്കുകയാണ്. ഇവളെന്തിനാ പോലും വിളിക്കണേ എന്നോർത്തോണ്ടാണ് പത്മ കോൾ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോഴേക്കും ജലജ ചോദിച്ചു, അല്ല വീട്ടുകാരറിഞ്ഞിട്ടാണോ മോൻ കല്യാണാലോചന ഒക്കെ നടത്തുന്നത്? കല്യാണാലോചന? ആ, അപ്പൊ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? അതെ, പറഞ്ഞു വരുമ്പോ എല്ലാം അറിയാവുന്നവരാ. എന്റെ കുടുംബത്തിലുള്ള ഒരുത്തിയുടെ അനുജത്തി തന്നെയാന്ന് പറഞ്ഞു. അനുജത്തിയോ? അതെ, നയനയുടെ അനുജത്തി നന്ദുവിനെ പോയി കല്യാണം ആലോചിച്ചിട്ടുണ്ട്, പത്മത്തിന്റെ മോൻ നവീന്. അപ്പൊ കാര്യങ്ങളൊന്നും പത്മ അറിഞ്ഞിട്ടില്ലായിരുന്നു എന്ന് ചോദിച്ചു. ഒരു നിമിഷം പത്മ ഞെട്ടിപ്പോയി. ഓ, അറിഞ്ഞിട്ടില്ലായിരുന്നല്ലേ? ഇത് ചലജെ വെറുതെ അനാവശ്യം പറയരുത്. നിങ്ങൾ നിങ്ങളുടെ മോനും കൂടെ ഇങ്ങനെ പല നാടകങ്ങളും കളിക്കുമെന്ന് എനിക്കറിയാം. അതെ, ഇവിടെ എൻ്റെ അടുത്ത് വേണ്ടാന്ന് പറഞ്ഞു. എന്തേ പത്മ, ഞാൻ വെറുതെ കള്ളത്തരം പറയുന്നൊന്നുമല്ല, സത്യമായിട്ടുള്ള കാര്യമാണ് പറയണേ. അങ്ങനെ കള്ളത്തരം പറയേണ്ട കാര്യമില്ല. സംശയം ഉണ്ടെങ്കിൽ മോൻ അവിടെ ഉണ്ടെങ്കിൽ മോനോടൊന്ന് പോയി ചോദിച്ചു നോക്ക്. അപ്പൊ നമുക്കറിയാലോ. രണ്ടുപേരും കൂടെ ചേരും. ഒരാള് പോലീസും ഒരാള് വക്കീലും അല്ലേന്ന് ചോദിച്ചു. പെട്ടെന്ന് പത്മം കോള് കട്ട് ചെയ്തു. പത്മത്തിന് ആകെപ്പാട് ടെൻഷനായി. പിന്നീട് നരസിംഹ വക്കീലിന് ഒരു ഗ്ലാസ് ചായയൊക്കെ ആയിട്ട് പത്മവും കൂടി ചെല്ലുവാണ്. പത്മൻ ചെന്നിട്ട് പറഞ്ഞു, നവീന്റെ കാര്യം അല്ല അച്ഛൻ വലുതും അറിഞ്ഞായിരുന്നെന്ന് ചോദിച്ചു. എന്ത്? അല്ല, എല്ലാ കാര്യങ്ങളും അച്ഛനോട് പറയുന്നല്ലായിരുന്നോ? ഇതും പറഞ്ഞില്ലേന്ന് ചോദിച്ചു. അവൻ കല്യാണാലോചന ആയിട്ട് തന്നെ. കല്യാണാലോചന കേട്ടോ? അതെ, അവൻ ആ പെണ്ണിനെ ഇഷ്ടമെന്ന്. ആ മുടിയൊക്കെ മുറിച്ച് ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ട് നടക്കുന്ന ആ പെണ്ണില്ലേ, ആ നന്ദു എന്ന് പറയുന്നവള്, അവളുടെ വീട്ടിൽ ആലോചനയായിട്ട് ചെന്നെന്ന് നരസിംഹ വക്കീൽ പറഞ്ഞു. എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ വേണ്ടുന്ന കാര്യങ്ങളൊന്നും അച്ഛനോട് പറഞ്ഞിട്ടില്ലല്ലേ? അല്ല, പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് ചിലപ്പോ അവന് തോന്നിക്കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കും. അല്ല, നിന്നോട് ഇതൊക്കെ ആരാ പറഞ്ഞത്? എന്നോട് ജലജയെ വിളിച്ചിട്ട് പറഞ്ഞ. അവളാ പറഞ്ഞെങ്കിൽ നീ ഇത് കാര്യമായിട്ട് എടുക്കണ്ട. അവളുടെ സ്വഭാവത്തെ കുറിച്ച് നിനക്ക് അറിയാവുന്നതാണല്ലോ. ഇതങ്ങനെയല്ല അച്ഛാ. ചെന്ന് കല്യാണം ആലോചിച്ചെന്നൊക്കെയാ പറഞ്ഞേ. എടി, ഒരു കാര്യം ചെയ്യ, നവിയും വരട്ടെ. നവിയും വരുമ്പോ നമുക്കറിയാലോ. അപ്പോഴേക്കും പത്മ പറഞ്ഞു, എനിക്ക് ആ കുടുംബത്തെ പോലും ഇഷ്ടമല്ല, കനകയുടെ കുടുംബത്തെ. 2 പെൺമക്കളെ കോടീശ്വരന്മാരുടെ വീട്ടിലേക്ക് അയച്ചു വിട്ടില്ലേ? ഇനിയിപ്പം നന്ദുവിനെ കൂടെ പറഞ്ഞു വിടാനായിട്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് നോക്കുന്നത്. കനകയുടെ സ്വഭാവത്തിന് ഇപ്പോഴും ഒരു മാറ്റം വന്നിട്ടൊന്നുമില്ല. അപ്പോഴാണ് നവീന്റെ കാറങ്ങോട്ട് വരുന്നത്. അവൻ വന്നല്ലോ, അവനോട് തന്നെ ചോദിക്കാന്ന് പറഞ്ഞു. അങ്ങനെ നവീൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ ചോദിച്ചു, എടാ നീ ആ നന്ദുവിന്റെ വീട്ടിൽ പോയി കല്യാണം ആലോചിച്ചോന്ന് ചോദിച്ചു. ഒരു നിമിഷം ഒന്നും മിണ്ടിയില്ല. അല്ല, നിനക്ക് അവളെ ഇഷ്ടമാണോ? നീ കാര്യം എന്താ വെച്ചാ പറ. ഒന്നും മിണ്ടാ നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും പത്മം പറഞ്ഞു, കണ്ടില്ലേ അവനൊന്നും മിണ്ടാ നിൽക്കുന്നേ. എടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഒരു കാരണവശാലും ആ ബന്ധം നടത്താനായിട്ട് ഞാൻ സമ്മതിക്കില്ല. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, വേണ്ട, അമ്മയ്ക്ക് ഇഷ്ടമില്ല, വേണ്ട. ഇനിയിപ്പം അതിനെ കുറിച്ചൊരു സംസാരം വേണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും പത്മം പറഞ്ഞു, എന്ത് കാണാനിടാ നീ അവിടെ പോയി ആലോചന നടത്തിയത്? ആ കുടുംബത്തെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന. അവരൊന്നും അത്ര ശരിയല്ല. അല്ലെങ്കിൽ തന്നെ മുഖം മറിച്ച് ചെന്നാണ് അനന്തപുരിയിലേക്ക്. എന്റെ അമ്മേ, മുഖം മറിച്ച് ചെന്നെങ്കിൽ എന്താ? എനിക്കും ആദർശനും നല്ലൊരു ജീവിതം ഉണ്ടായില്ലേ? അവരുടെ ജാതകങ്ങൾ തമ്മിൽ അത്ര തന്നെ പൊരുത്തുമായിരുന്നു. അത് ശരി. പിന്നെ നവി എന്ന് പറയുന്നുള്ള ഒരുത്തേ ഉണ്ടല്ലോ, അവളുടെ സ്വഭാവം എന്താ മാറാത്തെ? അതുപോലെയൊക്കെ തന്നെയാ ഈ നന്ദു എന്ന് പറയുന്നവള്. അവൾ ഈ വീട്ടിലേക്ക് വരുന്ന എനിക്ക് ഇഷ്ടമില്ല. അമ്മ ഇഷ്ടപ്പെടണമെന്ന് ഞാൻ പറഞ്ഞോ? ഇപ്പൊ അവളെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാടാ നീ ആലോചനയായിട്ട് അങ്ങോട്ട് പോയത്? അതിന് നവീനൊന്നും മറുപടിയൊന്നും പറഞ്ഞില്ല. ഓഹോ, അത് ചോദിച്ചപ്പോ അവന് മറുപടി ഇല്ല. കണ്ടില്ലേ അച്ഛൻ അവനൊന്നും മിണ്ടാ നിൽക്കുന്നേ. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യത്തില്ല, പോരെ. ഇനി ഇത് പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകണ്ടെന്നും പറഞ്ഞുകൊണ്ട് നവീൻ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ആ സമയം പത്മ ഇങ്ങനെ ആലോചിക്കുവാണ്.
നവീനകത്ത് നിന്നിട്ട് ഇങ്ങനെ ആലോചിച്ചു. ഇപ്പൊ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. എന്തായാലും അമ്മയ്ക്ക് താല്പര്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് ഒഴിവായി പോകാതെ ഇനിയിപ്പം കനകാന്റിയോടും അങ്കിളിനോടും ഒക്കെ പറയാനായിട്ട് റീസൺ ആയല്ലോ അമ്മയ്ക്ക് താല്പര്യമില്ലാന്ന്. ഒരു കണക്കിന് നല്ലത് തന്നെ, അല്ലായിരുന്നു താൻ എന്ത് ചെയ്താനും. അപ്പോഴാണ് നവീന്റെ ഫോൺ ബെല്ലടിക്കുന്നത്. ഇതാരാ ഇത്? അങ്ങനെ കോൾ എടുത്തു. ഹലോ പറഞ്ഞു. ആരാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ അങ്ങനെ തലയ്ക്കെന്ന് പറഞ്ഞു. ഓ, അപ്പൊ എന്റെ ശബ്ദം പോലും കേട്ട് മനസ്സിലായില്ലല്ലേ എന്ന് ചോദിച്ചു. അല്ല ആരാ? എനിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. അല്ല, കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ ശബ്ദം കേട്ടാൽ തന്നെ അറിയായിരുന്നു. പെട്ടെന്ന് ചോദിച്ചു, നവ്യാണോന്ന് ചോദിച്ചു. അതെ, ഞാൻ തന്നെയാ. അല്ല, നീ എന്താ എന്നെ വിളിച്ചാൽ? എന്നെ അങ്ങോട്ട് വിളിക്കാറ് പോലും ഇല്ലോ. അതെ, എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. കാണാനോ? എന്തിന്? അത് അത്യാവശ്യം, നേരിട്ട് കണ്ട് സംസാരിക്കാനുള്ള കാര്യമാണ്. എനിക്കൊരു കാര്യം ചെയ്യും, ഫോണിൽ കൂടെ പറ. ഇപ്പൊ ഞാൻ പുറത്തു പോയിട്ട് വന്നോളൂ. ഈ ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല, നേരിട്ട് കണ്ട് സംസാരിക്കണം. എന്താ, എന്നെ ഇത് കാണാൻ വരാൻ പറ്റില്ല എന്ന് ചോദിച്ചു. ഒടുവിൽ നവീൻ പറഞ്ഞു, ശരി, വീടിന്റെ അടുത്തുള്ള ആ ജംഗ്ഷനിലേക്ക് പോരെ, അവിടെ വെച്ച് കാണാന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു. എന്തിനായിരിക്കും പോലും അവള് കാണണമെന്ന് പറയണേ? അവളുടെ സ്വഭാവം അത്ര ശരിയൊന്നുമല്ല, അവളുടെ പോക്ക് ശരിയല്ല എന്നുള്ള കാര്യം അറിയാം. എന്തോ ഒരു ഗൂഢ ഉദ്ദേശം ഉണ്ടോ എന്നൊരു സംശയമൊക്കെ നവീന്റെ മനസ്സിലുണ്ടാവുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ നവീന്റെ അടുത്തേക്ക് നബി വരുവാണ്. വന്നു കഴിഞ്ഞപ്പോഴത്തേനും നവീൻ ചോദിച്ചു, എന്താ നീയോ അബിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നെ കൊണ്ട് ഇടപെടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നിങ്ങളുടെ രണ്ടുപേരുടെ സ്വഭാവം അതാണല്ലോ. അപ്പോഴേക്കും നബി പറഞ്ഞു, അതൊന്നും അല്ല, അതിനൊന്നും അല്ല ഞാൻ വന്നേ. പിന്നെയോ? അല്ല, നന്ദുവായിട്ടുള്ള നിന്റെ ആലോചന അത് ഞാൻ അറിഞ്ഞു. അത് നടക്കാൻ പാടില്ല നവീൻ. നടക്കാൻ പാടില്ലെന്നോ? അതെ, നന്ദുവിന് വേറെ ചെറുപ്പക്കാരനുമായിട്ട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു. ഇഷ്ടമോ? അതെനിക്കറിയില്ലോ. അത് നവീൻ അറിഞ്ഞെന്നായിരിക്കും ഞാൻ കരുതിയത്. നവീന്റെ കൂടെ എപ്പോഴും സദാ നടക്കുന്ന നവീന്റെ കൂട്ടുകാരൻ തന്നെയാ. എന്റെ കൂട്ടുകാരനോ? ഒന്നും അറിയത്തില്ലാത്ത മട്ടിലാണ് നവീന്റെ സംസാരം. അതെ, വേറെ ആരുമല്ല, അനിയാന്ന് പറഞ്ഞു. ദേ നവിയെ, വെറുതെ അനാവശ്യം പറയരുത്. നിനക്ക് നന്ദുവിനോട് ദേഷ്യമുണ്ടെന്ന് അറിയാം. നിന്റെ കൺമുന്നിൽ വെച്ചാണല്ലോ അബിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. അപ്പൊ അതിന്റെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലേ? നന്ദുവിന് നല്ലൊരു ജീവിതം കിട്ടുമ്പോ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലേ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്? ഇത് നവീന് അങ്ങനൊന്നും അല്ല. ഞാനുള്ള കാര്യം പറഞ്ഞേ. നീ വേണമെങ്കിൽ ഒന്ന് അന്വേഷിച്ചു നോക്ക്, അപ്പൊ നിനക്ക് അറിയാൻ സാധിച്ചേക്കും. ഞാൻ കൂടുതലൊന്നും അന്വേഷിക്കാൻ പോകുന്നൊന്നുമില്ല. എന്തൊക്കെ വന്നാലും ശരി, ഞാൻ നന്ദുവിനെ വിവാഹം കഴിക്കുള്ളൂ. എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമാ. ഇനി നീ ഇമാതിരി സംസാരമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കല്ലോ. പറഞ്ഞു കേട്ടല്ലോ. അതും പറഞ്ഞിട്ട് നവീൻ അങ്ങോട്ട് പോകുമ്പോഴത്തേനും നവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. താൻ പറഞ്ഞൊന്നും ഇവന് മനസ്സിലാകുന്നില്ല. ഇതിങ്ങനെ പോയ അപകടമാണല്ലോ എന്നൊരിക്കലും ചിന്ത അവന്റെ നവിയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ നയന് ആദർശിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ആദർശേട്ടാ, നവീനെ കാണാനായിട്ട് നവീച്ച് എന്നിട്ടുണ്ടായിരുന്നു. എന്തിന്? അത് അനിയും നന്ദും തമ്മിൽ അടുപ്പത്തിലാന്നൊക്കെ പറഞ്ഞു. നവീൻ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന്. അതെ, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ നവ്യയുടെ ദേഷ്യം ഇതിലായിട്ട് മാറിയിട്ടില്ലല്ലേ? അതെന്താ ആദർശേട്ടാ അങ്ങനെ പറഞ്ഞേ? അല്ല, നന്ദുവിന് വന്ന് നല്ലൊരു ആലോചന മുടക്കാൻ വേണ്ടിയിട്ടല്ലേ ശ്രമിക്കുന്നേ? ചിലപ്പോ അങ്ങനെ ആയിരിക്കില്ലെങ്കിലോ? അനിക്ക് വേണ്ടിയിട്ടാണെങ്കിലോ? അനിയും നന്ദുവും കൂടെ ഒന്നിക്കാൻ വേണ്ടി പറയുന്നതാണെങ്കിലോ? ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നില്ല. നിന്റെ നവ്യേച്ചിയുടെ മനസ്സിൽ നന്ദുവിനോടുള്ള ദേഷ്യമുണ്ട്. അങ്ങനെ ദേഷ്യമുണ്ട് ഇങ്ങനെ കാണിക്കേണ്ട കാര്യമുണ്ടോ ആദർശേട്ടാ? എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ചിലപ്പം നവേശിക്ക് നല്ല മാറ്റം കാണും. എടി, മാറ്റം ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. എന്താണെങ്കിലും സേവ്യറിനെ ചെന്ന് കാണണം. അപ്പോഴറിയാം കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ്. നിന്റെ നവ്യേച്ചിക്ക് മാറ്റം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. മാറ്റം ഉണ്ടായിട്ടുണ്ടേ പ്രശ്നമില്ല, അല്ലെങ്കിലാണ് പ്രശ്നം എന്ന് പറഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് കനകയുടെ വീട്ടിലേക്ക് പത്മവും നരസിംഹ വക്കീലും കൂടെ വരുവാണ്. അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ കനക പറഞ്ഞു, ഗോന്തിട്ട് അത് ആരാ വരണേന്ന് നോക്ക്. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കനകയ്ക്ക്. ദൈവമേ, വഴക്കുണ്ടാക്കാനുള്ള വരവാണോന്ന് അറിയില്ല. അങ്ങനെ വന്നിട്ട് നരസിംഹ വക്കീൽ പറഞ്ഞു, ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു, അതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിയാൻ വേണ്ടി വന്നതാ. അപ്പോഴേക്കും പത്മൻ ചോദിച്ചു, നവീൻ ഇവിടെ വന്ന് കല്യാണാലോചന നടത്തിയായിരുന്നു എന്ന് ചോദിച്ചു. ഒരു നിമിഷം ഗോവിന്ദനും കനയും പരസ്പരം നോക്കി. പിന്നീട് ഗോവിന്ദൻ പറഞ്ഞു, മോനിവിടെ വന്നായിരുന്നു, എന്റെ മോളെ ഇഷ്ടമാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പം പത്മ പറഞ്ഞു, നല്ല നിങ്ങൾക്കറിയാലോ, തൻ്റെ ഏടുകളായ പെൺകുട്ടികളെ എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമില്ല. പിന്നെ പോലീസുകാരിയൊക്കെ പ്രത്യേകിച്ച്. ഞാനത് അവനോട് പറഞ്ഞിട്ടുള്ളതാ. അവൻ ഈ കാര്യം വീട്ടിൽ എന്നോട് പോലും പറഞ്ഞില്ല. പിന്നെ ഇങ്ങനെ ഒരു ആലോചന നടത്തിയ കാര്യം ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു. പക്ഷെ പിന്നീട് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. കാരണം അവന്റെ അച്ഛന് ഈ ചിങ്ങത്തി വരൂ, അപ്പൊ കല്യാണം നടത്തണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ ഇനിയിപ്പൊ അവന്റെ കല്യാണം കാണണമെങ്കിൽ, ഉടനെ കാണണമെങ്കിൽ ഈ ബന്ധമല്ലാതെ വേറൊരു നിവൃത്തിയില്ലാന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോഴേക്കും കനയും ഗോവിന്ദനൊക്കെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ്. അത് കേട്ടപ്പം വക്കീല് പറഞ്ഞു, അതെ, അതുകൊണ്ട് ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു, ഈ ബന്ധം അങ്ങോട്ട് നടത്താനായിട്ടെന്ന് പറഞ്ഞു.
അപ്പോഴാണ് അവർക്ക് രണ്ടുപേർക്ക് സമാധാനമായത്. കനക പറഞ്ഞു, ഇത്ര സമയം ഞങ്ങൾ വീർപ്പടക്കി നിൽക്കുമായിരുന്നു, ആകെപ്പാടെ ഒരു ടെൻഷനായിരുന്നു, ഇങ്ങനെ എന്താണെന്നും അറിയത്തില്ലാത്തതുകൊണ്ട്. പത്മ പറഞ്ഞു, അവന്റെ ഇഷ്ടത്തിനല്ലേ ഞാൻ പ്രാധാന്യം കൊടുക്കണ്ടേ, അവൻ എൻ്റെ മകനല്ലേ, അതുകൊണ്ട് പിന്നെ ഞാൻ കുറെ ആലോചിച്ചെടുത്തൊരു തീരുമാനമാന്ന് പറഞ്ഞു. അല്ല എന്തിയേ, മോൾ എന്തിയെന്ന് ചോദിച്ചു. ഇതേ നന്ദുവേട്ടനകത്തുണ്ട്. അപ്പോഴേക്കും നന്ദു അങ്ങോട്ടേക്ക് വന്നു. നന്ദുവിനെ ചേർത്ത് പിടിച്ചിട്ട് പത്മ പറഞ്ഞു, എൻ്റെ മരുമോളാൻ പോകുന്ന പെൺകുട്ടിയെ ഞാൻ ശരിക്കൊന്ന് കാണട്ടെ, ഇതുവരെയായിട്ട് ഞാൻ ഇവളെ ശ്രദ്ധിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. നന്ദുവിന് വല്ലാത്തൊരു ഞെട്ടലായിരുന്നു. ദൈവമേ, കാര്യങ്ങളൊക്കെ തകടം മറിയുവാണോ എന്നൊരു ചിന്ത. മോളിങ്ങോട്ടേക്ക് വന്നേ, എനിക്കറിയാം മോൾക്ക് ജോലിക്ക് പോകണം, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ജോലിക്ക് പോകാൻ ഞാൻ തടസ്സമൊന്നും അല്ല കേട്ടോ. പിന്നെ ഒരു കാര്യം, ഈ ആണുങ്ങളൊക്കെ എടുത്തിട്ട് തല്ലുന്ന സ്വഭാവം ഉണ്ടല്ലോ, അതൊന്നും വേണ്ട, അതൊക്കെ കുറച്ചങ്ങ് നിർത്തി വെച്ചേക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും കനക പറഞ്ഞു, ഞാൻ എന്തേലും പോയി കുടിക്കാൻ എടുത്തോണ്ട് വരാം. അതൊന്നും വേണ്ടാന്ന് വക്കീൽ പറഞ്ഞു. വേണം, ആദ്യമായിട്ട് വീട്ടിലേക്ക് വന്നല്ലേ, പോരാത്തൊരു നല്ല കാര്യം പറയാൻ വേണ്ടി വന്നല്ലേ, ഒരു ചായ എങ്കിലും കുടിച്ചിട്ട് പോയാൽ മതി. കനക അത് എടുക്കാൻ പോയി. അപ്പോഴേക്കും നന്ദുവിനെ പിടിച്ച് അരിയിലിരുത്തി പത്മ. എന്നിട്ട് പറഞ്ഞു, അതെ മോളിന് സങ്കടപ്പെടുകയൊന്നും വേണ്ട കേട്ടോ. എൻ്റെ നവീമോൻ്റെ സ്വഭാവം അറിയാലോ, അവൻ നല്ല സ്വഭാവത്തിനുടമയാ. പിന്നെ മോളിനിയിപ്പം ജോലിക്ക് പോയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അടിപിടി കേസിലൊന്നും പോയി തലയിടാതെ തിന്നാൽ മതി. കാരണം ശത്രുക്കളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയോ സമാധാനം ഉണ്ടാകത്തില്ല. പിന്നെ മോളിപ്പോൾ തൽക്കാലത്തേക്ക് ഞങ്ങൾ ഇവിടുന്ന് വന്ന കാര്യം അവനോട് വിളിച്ചു പറയൊന്നും വേണ്ട. അവൻ ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അവനെന്തോ വക്കീൽ ഓഫീസിൽ എന്തോ മീറ്റിംഗ് ഒക്കെ ഉണ്ടെന്നും പറഞ്ഞ് പോയിരിക്കുക. അവന് സർപ്രൈസ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞോളാന്ന് പറഞ്ഞു. നന്ദു ആകെപ്പാടെ പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ. അതിൻ്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.